നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. സൗഭാഗ്യ സമ്മാനമായി ഈ നക്ഷത്രക്കാരുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു. ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പോകുന്ന ഒരു സമയമാണ്. ഇവരുടെ മാറ്റം തുടങ്ങിക്കഴിഞ്ഞു. ഇവരുടെ കൈകളിൽ പണം വന്നു ചേർന്നുകൊണ്ടേയിരിക്കും. ഇവർക്ക് കോടീശ്വര യോഗത്തിലേക്ക് എത്താനുള്ള സമയമായി എന്ന് വേണം കരുതാൻ. ഇവരുടെ സമയം തെളിഞ്ഞു കത്തുന്നു. കയ്യിൽ ഒരു രൂപ പോലും എടുക്കാൻ ഇല്ലാത്തവരുടെ ജീവിതത്തിലും വലിയ ഭാഗ്യം വന്നു ചേരുന്നു. ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് ഇനിയാണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഉയർച്ചയുടെ സമയം. ഇവരുടെ പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കുമൊക്കെ വളരെയധികം ഗുണം വന്നു ചേരുന്ന ഒരു സമയമാണ്. ഇവരുടെ സമയം തെളിഞ്ഞിരിക്കുന്നു. ഇവരുടെ ലോട്ടറി ഭാഗ്യം വരെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളാണ് ഒരുങ്ങുന്നത്. ദുഃഖ ദുരിതങ്ങളും ജീവിതത്തിലെ പലവിധ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ മാറി ഇവർ ഇനി രക്ഷപ്പെടാൻ പോകുന്ന ഒരു സമയമാണ്. പണമില്ലാത്തവർക്ക് പോലും ഏറ്റവും അനുകൂലമായി നിൽക്കുന്ന ഒരു സമയം. ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് ദുഃഖ ദുരിതങ്ങളിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇവർക്ക് മാറ്റങ്ങൾ കാണുന്നു. ഇവർ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ധർമ്മദേവതാ പ്രീതി വരുത്തുന്നതിന് വേണ്ടി കുടുംബക്ഷേത്ര ദർശനം നടത്തി ഇഷ്ടവഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ മാറി വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. ഇവർക്ക് സങ്കടങ്ങളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള മഹാഭാഗ്യം വരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. നിത്യേനയുള്ള എൻ്റെ ഉപാസന ശക്തിയായ ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും താങ്കളുടെ ഉയർച്ചയ്ക്കും ഉന്നതിക്കും ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനു വേണ്ടിയുള്ള സങ്കല്പം ഉണ്ടായിരിക്കും. താങ്കളുടെ എല്ലാവിധ ഉയർച്ചയ്ക്കും കാരണമാകുന്ന അവസ്ഥകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുകയും ജീവിതത്തിലെ പലവിധ ബുദ്ധിമുട്ടുകൾ മാറി ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്ക് ഒരുപാട് ദുഃഖ ദുരിതങ്ങളിലൂടെയാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരുന്നത്. കടബാധ്യതകൾ ഒഴിയാതെ നിന്നിരുന്നു. മനസ്സമാധാനമായി ഒന്നുറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യങ്ങൾ, പണമില്ലാത്തതുകൊണ്ട് സ്വപ്നങ്ങളൊക്കെ മാറ്റിവെക്കേണ്ട അവസ്ഥകൾ. ഇനി അങ്ങനെയല്ല. നിങ്ങളുടെ ഭാഗ്യം ആരംഭിച്ചു കഴിഞ്ഞു. ഭാഗ്യത്തിൻ്റെ കൊടുമുടി കയറുന്ന സമയമാണ്. പൂർണ്ണ മനസ്സോടുകൂടി ഇവരുടെ പ്രാർത്ഥനകൾ തുറന്നു കൊണ്ടുപോകുക. ഒരു തരത്തിലും സംശയലേശമില്ലാതെ നല്ല നാളുകൾ ഇവർക്ക് വന്നു ചേരും. വലിയ വലിയ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാണെങ്കിലും ഇവരെ തേടിയെത്താൻ പോകുന്നത് അവരുടെ തടസ്സങ്ങൾ മാറി നേട്ടങ്ങളും ഉയർച്ചകളും വന്നു ചേരുന്ന സമയം തന്നെയാണ്. വലിയ ഭാഗ്യം ഇവരെ കടാക്ഷിക്കുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗം ഇവർക്ക് വന്നു ചേരുന്നു. ഭാഗ്യക്കുറി ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഇവർക്ക് ഒരുങ്ങുന്നു. ഏറ്റവും അധികം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറി ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നു. തൊഴിൽ അഭിവൃദ്ധി വന്നു ചേരുന്നു. സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള അവസരങ്ങളും വന്നു ചേരും. തൊഴിലില്ലാത്ത ആളുകൾക്ക് താൽക്കാലിക ജോലിയിൽ ഉടനെ തന്നെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുകയും അതിലൂടെ അവരുടെ ജീവിതത്തിൽ സ്ഥിരവരുമാനമുള്ള ജോലി ലഭിക്കാനുള്ള അവസരങ്ങളും വന്നു ചേരും. ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിലെ നഷ്ടപ്പെട്ടു പോയ പല നല്ല കാര്യങ്ങളും ഇവർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളാണ് ഒരുങ്ങുന്നത്. ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം, ഗണപതി ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുന്ന സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർക്ക് തൊഴിൽ ലബ്ധി വന്നു ചേരും. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. ഇവരെ തേടിയെത്തുന്നത് സൗഭാഗ്യ ദിനങ്ങളാണ്. കഷ്ടപ്പാടുകൾ ഒക്കെ മാറുന്നു. ജീവിതത്തിൽ ഒരുപാട് നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിന് കാരണമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ഒരു ലോട്ടറി എടുക്കുക. പലപ്പോഴുമുള്ള ഒരു ലോട്ടറി എടുപ്പ് അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കും. ഇവർക്കിനി രക്ഷപ്പെടാനുള്ള അവസരമാണ്. ഇവർക്ക് വിദേശ രാജ്യത്ത് പോകുന്നതിനുള്ള അവസരവും വലിയ മാറ്റങ്ങൾ കണ്ടു വരുന്ന സമയം കൂടിയാണ്.
ഇവർ ശിവക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോകുക. ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗം, ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. ഒരു ചെറിയ തുകയ്ക്കുള്ള അവസ്ഥകൾ വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇവരുടെ കൈകളിലേക്ക് പണം വന്നു ചേരും. ഭാഗ്യം ഇവരെ കടാക്ഷിക്കുന്നു. അടുത്ത നക്ഷത്രം പുണർതം നക്ഷത്രമാണ്. പുണർതം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ സമയം വന്നു ചേർന്നിരിക്കുന്നു. പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ മാറുകയും അലസത, മടി ഇത്യാദി കാര്യങ്ങൾ മാറി ഊർജ്ജസ്വലതയോടുകൂടി അവരുടെ പഠനം പൂർത്തീകരിക്കുന്നതിനും ഉന്നത പഠന സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരുന്ന സാഹചര്യം കൂടിയാണ്. ജീവിതവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, അതായത് കുടുംബ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ മാറുകയും കുടുംബജീവിതം നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി നയിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു. കുടുംബത്തിൽ ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകൾ വന്നു ചേരുന്നു. ഇവർ അടുത്തുള്ള ശാസ്താ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ശത്രുദോഷങ്ങളൊക്കെ മാറും. അനാവശ്യ ചെലവുകളിൽ നിന്ന് മാറി നിൽക്കുക. വലിയ ഭാഗ്യം ഇവരെ കടാക്ഷിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുകയും മികച്ച രീതിയിൽ അത് പൂർത്തീകരിക്കാൻ സാധിക്കുകയും ചെയ്യും. അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യമാണ്. ആത്മീയ കാര്യത്തിൽ വളരെയധികം താല്പര്യം ചിരിക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിലെ പല നേട്ടങ്ങളും ഉണ്ടാകുന്നു. ഞെട്ടിക്കുന്ന ഒരു അത്ഭുതം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനും മികച്ച അവസരങ്ങൾ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിലെ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ തിരികെ ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗം ഈ നക്ഷത്രക്കാരെ കടാക്ഷിക്കുന്ന സമയമാണ്. ഭാഗ്യം ഇവരുടെ കൂടെയുണ്ട്. ഈശ്വര കടാക്ഷമുണ്ട്. ഈശ്വരന്റെ അനുഗ്രഹത്തിലൂടെ അവരുടെ ജീവിതത്തിൽ സ്വപ്നങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ അവരുടെ ജീവിതത്തിൽ ഭാഗ്യവും സൗഭാഗ്യവും പണം, സ്വർണം, വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ഇവിടെ പ്രാർത്ഥനകൾക്ക് ഫലസിദ്ധി വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുകയും പൂർണ്ണാരോഗ്യത്തോടുകൂടി രോഗ ദുരിതങ്ങൾ മാറി സന്തോഷത്തോടുകൂടി പൂർണ്ണാരോഗ്യത്തോടുകൂടി ജീവിക്കാനുള്ള അവസരവും ഇവർക്ക് വന്നു ചേരും. ലോകത്തിലെ തന്നെ ഏറ്റവും അനുകൂലമായ സമയത്തിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അതിലൂടെ മികച്ച അവസരങ്ങൾ, മികച്ച നേട്ടം ഒക്കെ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കും. അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ഇവർക്ക് ഗുണഫലങ്ങൾ ഏറെ ലഭിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. അസാമാന്യമായ ആത്മവിശ്വാസത്തിലൂടെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പലവിധ തടസ്സങ്ങൾ മാറുകയും മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുകയും ചെയ്യും. വിദേശയാത്ര ചെയ്യുന്ന ആളുകൾക്ക് വളരെ അനുകൂലമായ സ്ഥിതിവിശേഷമാണ്. യാത്ര തരപ്പെടുന്ന ഒരു സമയമാണ്. തൊഴിൽ പരമായിട്ട് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ രീതിയിൽ ജോലി ലഭിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു. ഭാഗ്യം കടാക്ഷിക്കുന്നു. ഈശ്വരവിശ്വാസത്തോടുകൂടി, ശുഭാപ്തി വിശ്വാസത്തോടുകൂടി, ആത്മനിയന്ത്രണത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങളാണ് കൊണ്ടുവരുന്നത്. മികച്ച അവസരങ്ങൾ ഇവരെ തേടിയെത്തുന്നു. സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ ഈ നക്ഷത്രക്കാർ കുതിച്ചുവരും. അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്ക് മനസ്സമാധാനമില്ലാത്ത നാളുകളായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ഇനി ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. സമാധാന അന്തരീക്ഷവും സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ ഇവർക്ക് ലഭ്യമാകുന്നു. വീട് നിർമ്മാണം തടസ്സപ്പെട്ടു നിന്നിരുന്നത് പുനരാരംഭിക്കാൻ കഴിയുകയും പുതിയ വീട്ടിലേക്ക് കടന്നു ചെല്ലാനുള്ള അവസരങ്ങളും വന്നു ചേരും. അതോടൊപ്പം തന്നെ ഭൂമിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന തടസ്സങ്ങൾ, തർക്കങ്ങൾ ഒക്കെ മാറുന്നു. പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഈശ്വരൻ ഇവരുടെ കൺമുന്നിൽ കൊണ്ടുവച്ചിരിക്കുന്നു. അതിലൂടെ പല വിധത്തിലുള്ള നേട്ടങ്ങളും പല മേഖലകളിൽ പ്രവർത്തിക്കാനുള്ള ആത്മവിശ്വാസവും ധനവും ഒക്കെ ഇവർക്ക് വന്നു ചേരും. വിലപിടിപ്പുള്ള വസ്തുക്കൾ സ്വന്തമാക്കുന്നതിനുള്ള അവസരവും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്കും ഭാഗ്യം വർദ്ധിക്കുന്നു. ആത്മീയ കാര്യത്തിൽ താല്പര്യം ജനിക്കുന്നു. ജീവിതത്തിലെ നഷ്ടങ്ങൾ കുറച്ചുകൊണ്ട് ഈശ്വര ഹിതത്തോടുകൂടി നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നു. ലോട്ടറി ഭാഗ്യം ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.